കെ മുരളീധരനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. കെ മുരളീധരൻ്റെ രാഷ്ട്രീയവും കെ മുരളീധരൻ്റെ രീതിയും കെ മുരളീധരൻ ആരാണ്, എങ്ങനെ രാഷ്ട്രീയത്തിൽ വന്നു, എന്ത് ചെയ്തു, അതെല്ലാം കെ മുരളീധരൻ തന്നെ പറയട്ടെ. പാർട്ടിയിൽ ഇത് കേൾക്കാൻ പരാതി കേൾക്കാൻ സംവിധാനമില്ല, അല്ല ഞങ്ങളുടെ പാർട്ടിന് ചീത്ത പറഞ്ഞു വിടുകയാണെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. നോക്കൂ, കെ മുരളീധരനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. കെ മുരളീധരൻ്റെ രാഷ്ട്രീയവും കെ മുരളീധരൻ്റെ രീതിയും കെ മുരളീധരൻ ആരാണ്, എങ്ങനെ രാഷ്ട്രീയത്തിൽ വന്നു, എന്ത് ചെയ്തു, അതെല്ലാം കെ മുരളീധരൻ തന്നെ പറയട്ടെ. ഞാനിപ്പോൾ നോക്കൂ, ഇതിനെക്കുറിച്ച് ഞാൻ ആദ്യം മുതൽ എന്താ ഞാൻ പറഞ്ഞത്, എനിക്ക് 100% എൻ്റെ എനർജിയും എൻ്റെ കമ്മിറ്റ്മെൻറ്റ് ജനങ്ങളോടാണ്, വികസനത്തിനോടാണ്, ഈ നാടിനെ നന്നാക്കാനാണ്. ഇവർ പറഞ്ഞതെല്ലാം ഞാൻ ചാടിപ്പിടിച്ച് അവരെ റെസ്പോൺസ് കൊടുക്കാൻ തുടങ്ങിയാൽ എനിക്ക് ഇതിന് സമയമുണ്ടാവില്ല, എനിക്ക് അതിന് ഒരു താല്പര്യമില്ല. അവർ പറയുന്നതെല്ലാം പറയട്ടെ. ആർട്ടിക്കിൾ 90 എന്ന് പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു അവകാശമുണ്ട്, എല്ലാവർക്കും പറയാൻ ഒരു അവകാശമുണ്ട്, പറയട്ടെ, അത് പറയട്ടെ. അവർ നോക്കൂ, ഞാൻ അത് കേട്ടു, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ പ്രോസസ്സിൽ എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അന്വേഷണം ഉണ്ടാവണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഈ മണ്ഡലം ലെവൽ, ഞങ്ങളുടെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ മണ്ഡലം ലെവലിൽ നിന്നാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥീൻ്റെ സജഷൻസും പാനൽ വരുന്നത്, അവരാണ് തീരുമാനിക്കുന്നത്. അതിൽ വീഴ്ച എന്തെങ്കിലും ഉണ്ടോ, ഒരു സ്ഥലത്തുണ്ടോ, അത് ഞങ്ങൾ കൃത്യമായി അന്വേഷിക്കും. ഇത്തരത്തിൽ ആരോപണമുള്ളവരെ നേരിട്ട് സംസ്ഥാന അധ്യക്ഷൻ കണ്ട് കാര്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞു, ജില്ലാ പ്രസിഡന്റിനോട് പറഞ്ഞല്ലോ, ഇന്നലെ തന്നെ പറഞ്ഞല്ലോ, ഞാൻ കേട്ട ഉടനെ പറഞ്ഞല്ലോ. അതൊന്നും ഞങ്ങൾ വിടില്ല. ഞങ്ങളൊരു സിൻസിയർ റെസ്പോൺസിബിൾ പാർട്ടിയാണ്, പ്രവർത്തകരുടെ പാർട്ടിയാണ്. ഞങ്ങളുടെ പാർട്ടിയിൽ ഒരു പ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവരുടെ ഇഷ്യൂസും അവരാണ് ഈ പാർട്ടീൻ്റെ എന്താ പറയുക ഫൗണ്ടേഷണൽ എലിമെൻറ്റ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒരു കടമയാണ് അവർ കേൾക്കാനും അത് പരിഹരിക്കാനും.